ഈ ലോകത്തെ ഏറ്റവും വലിയ കാശുകാരാ അറബ്സാണ്. അറബ്സ് സ്പെൻഡിങ് ഉണ്ടാവില്ല. ഈ സ്പെൻഡിങ് ഹാബിറ്റ്സിൽ അങ്ങനെ ക്യാഷ് ഉണ്ടാവുള്ളൂ. ഞാനിപ്പം എൻ്റെ പേഴ്സണലി എപ്പോഴും ഒരു 5 രൂപ ക്യാഷ് ആയിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ 3 രൂപ ക്യാഷ് ആയിട്ട് ഉണ്ടാവും. ഞാനൊരു ക്യാഷ് ചെയ്യുന്നത് വെച്ചാൽ ഫിസിക്കലി ടച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഫീലിംഗ് ഉണ്ടായത്. നമ്മൾ അറിഞ്ഞു കൊടുക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഉടായ്പ കാണുന്നു തോന്നിയാൽ അപ്പോൾ തന്നെ ഞാൻ ഹോട്ടലിൽ വിളിച്ചിട്ട് വേണ്ടിയിട്ട് ഭക്ഷണം മേടിച്ചെടുക്കും. അല്ല ജനുവിനാണെന്ന് തോന്നിയാൽ ഞാൻ പൈസ കൊടുക്കും. ഞാനൊരു സി ലെവൽ ക്ലാസ്സിൽ ജോബ് സ്റ്റാർട്ട് ചെയ്തല്ല. ഞാൻ പഠിക്കാൻ പോയ സമയത്ത് ഞാനൊരു ചോക്ലേറ്റ് ഫാക്ടറി പോലുള്ള കഫേസിൽ സപ്ലയറായിട്ടാണ് എൻ്റെ ലൈഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരാൾ കസ്റ്റമർ വരുമ്പം ഒരു 10-20 രൂപ ടിപ്പ് വന്നിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ ബേസിക് കാര്യങ്ങൾ എനിക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. എൻ്റെ സാലറി, എൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കോളേജ് പഠിക്കുന്ന ടൈമാണ് പറയണത്. അപ്പം ഞാൻ ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ കിട്ടണമെന്നായിരുന്നു. അപ്പം ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ കൊടുക്കണം എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു 10% ടിപ്പ് കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു റൂളെന്നല്ല, അങ്ങനെയാണ് സാധനം എല്ലാവരും ചെയ്യുക. ഒരു 1000 രൂപ ഭക്ഷണം കഴിച്ചാൽ 100 രൂപ നമ്മൾ അയാൾക്ക് ടിപ്പ് കൊടുക്കുക. കാരണം അയാളുടെ മനസ്സിൻ്റെ തണലേക്കാൻ ചിലപ്പോൾ അത് മാത്രം നടക്കും. കാരണം മുതലാളി തെറി പറഞ്ഞിട്ടും മാനേജർ തെറി പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവനവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് നമ്മളായിരിക്കും അവനെ ഇനി മുന്നോട്ട് പോകാനുള്ള എനർജി കൊടുക്കണം. അപ്പം ഈ കൊടുക്കൽ എന്നുള്ളത് ഗിവിങ് മെൻറ്റാലിറ്റിയാണ് എപ്പോഴും ഒരാളെ സക്സസ്സിലോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്.